ചെറിയ കൂട്ടം ആരാണ്? ഇവർ വിശുദ്ധിക്ക് വേണ്ടി പോരാടി നിൽക്കുന്നവർ. ഈ പറയുന്നവരാരും ആ മണ്ഡലത്തിൽ കയറുന്നില്ല. അവർ ഇവിടെ മുന്നിൽ സംസാരിക്കണം. ഇനിയും കർത്താവ് പറയുന്നു, അനേകം അന്ത്യകാലഘട്ട അവസ്ഥ സമയത്ത് ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് ചെറുപ്പം കർത്താവ് അടച്ചു കളഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ ലീഡറായിരുന്നു, ഞാൻ സംഘടനയുടെ നേതാവായിരുന്നു, ഞാൻ 1000 പേരെ സ്നാനപ്പെടുത്തി, ഞങ്ങൾക്ക് ഇത്ര സഭകളുണ്ട്, ഇത്ര പ്രസ്ഥാനങ്ങളുണ്ട്. ഓട്ടും സൂട്ടൊക്കെ ഇരട്ടപ്പെടുത്തല്ല കാര്യം തന്നെ. എളിമയുടെ ജീവിതം നയിച്ചാൽ നന്നായിരുന്നു. അങ്ങനെ പറഞ്ഞു ഇനി കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മേ ഇടയ്ക്ക് അതൊക്കെ ഭവിഷ്യത്ത് വരുത്തുന്ന വചനത്തെ വളച്ചൊടിക്കുന്ന ഉപദേശത്താലും അവർ ദൈവസഭയെ, വിശ്വാസി മക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന അമ്മേ. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ദൈവത്തിന്റെ സ്വരമാമേ. എന്തുമാത്രം ആത്മാക്കളെ ഇപ്രകാരം ഉപദേശത്തിൽ അവരെ തകർത്തുകൊണ്ടിരിക്കുന്ന അമ്മേ. ഒരു കാര്യം പറയട്ടെ, ഹാലേലൂയ. ഒരു കാര്യം മറന്നു പോകുന്നു. ആരാണ്? കർത്താവ് പറയുന്നല്ലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന്. ഇവരാരാ? ഇവർ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാ, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലുള്ളവരല്ല. ഇന്ന് പെന്തിക്കോസ്തോളത്തിൽ 2 കൂട്ടരുണ്ട്. വിളിക്കപ്പെട്ടവരുടെ കൂട്ടം ഒരു പാർട്ട്, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം സെക്കൻഡ് പാർട്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം നിൽക്കുന്നവരാണ് വിശുദ്ധിക്ക് വേണ്ടി പോരാടി തന്നെ താഴ്ത്തി ഒരു സന്തനായി യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർ ദൈവരാജ്യം കരസ്ഥമാക്കും. ഇവർക്കിപ്പോ ഇവിടേതായ ആത്മീയ കാഴ്ചപ്പാട് മഞ്ജീവപിച്ചിരിക്കുന്നു, അതിന് കുരുട് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മാമേ. അപ്പൊ പല ചോദ്യം, അപ്പൊ അവര് പ്രവചിക്കുന്നില്ലേ? അത് ചോദിക്കാം. അവര് പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഞാൻ അവരെ പ്രവചിക്കുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ അത്ഭുതം ചെയ്യുന്നുണ്ട്. ഇത് പ്രവചനമാണ്, ഇത് പ്രവചനമാണ്. യോവേൽ പ്രവാചക കാലത്ത് ദൈവം എഴുതിയിരിക്കുന്ന അന്ത്യകാലത്ത് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞു പ്രവചിക്കും. പക്ഷെ അവർ നിത്യത കരസ്ഥമാക്കണമെങ്കിൽ പ്രമാണം വേറെ ഉണ്ടെന്ന് ഇല്ലേ? ദൈവത്തിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രവചന നിവർത്തീകരണമാണ്. അപ്പൊ യോവേൽ പ്രവചിക്കുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പോലെ ഇവിടെ പള്ളിയിൽ അച്ഛന്മാർ പോലും പ്രവചിക്കുന്നു. പക്ഷെ നിത്യത കരസ്ഥമാക്കുമോ? കരസ്ഥമാക്കുമോ? അത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അത് അവിടെ വിട്ട് സ്റ്റോപ്പ് ആകുന്നു. നിത്യത കരസ്ഥമാകുന്ന പ്രമാണം വേറെയുണ്ട്. അതിനകത്ത് കടത്തി വന്നേ മതിയാവ്. പല ചോദിക്കുന്നതാണ്, അവിടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? പ്രാർത്ഥന അത് പ്രവചനമാണ്. ഒരുത്തൻ ചോദിച്ച്, യേശുക്രിസ്തു കാൽവരിയെ കുറിച്ച് നിലവിളിക്കുന്നത് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എഴുതി വെച്ച പ്രവചനത്തെ നിവൃത്തി എന്ന് പറഞ്ഞു. സങ്കീർത്തനം 20 എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? സങ്കീർത്തനം 20 എഴുതിയിട്ടുണ്ടോ? ആ എഴുത്തിനാണ് നിവർത്തി എഴുതുന്നത്. അത്ര തന്നെ. ദൈവരാജ്യം കരസ്ഥമാക്കണമെങ്കിൽ പ്രമാണമുണ്ട്. അപ്പൊ ഞാൻ വിശുദ്ധരായിരിക്കുന്നവരെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അത് തന്നെ വിശുദ്ധിക്കായിട്ട് വില കൊടുത്ത് നിന്നേ മതിയാവും. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടാമേ, അവിടെ ഞാൻ ചോദ്യമാണാമേ, ഇതെന്തായാലും പലരും അറിയട്ടെ. ഞാൻ ചോദിച്ചത്, ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യം മനുഷ്യരെ ഉണ്ടാക്കി അല്ലേ? ഉണ്ടാക്കി. എന്നിട്ട് ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ദൈവം 2 കാര്യം ഇവർക്ക് അലോഡ് ചെയ്താമേ. ആർക്കും പറയാമോ? ഇപ്പൊ ഇവർ ജീവനുള്ള ദേഹിയായി തീർന്നു, നടക്കാൻ ശ്രമിക്കുന്നു, എല്ലാം നല്ല ആരോഗ്യമുള്ള ഗെറ്റുള്ള ബോഡിയായി തീർന്നു, ശരീരമായി തീർന്നു. ചോദ്യം കുഴപ്പമില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ഞാൻ നോക്കട്ടാമേ. ഇവർക്ക് 2 കാര്യം കർത്താവ് അവിടെ വെച്ചു കൊടുത്തു. ഒന്ന്, തോട്ടം സൂക്ഷിപ്പാനും അവിടെ വേലിക്കുമാണ് അല്ലേ? എന്നിട്ട് ഇവർ അവിടെ പാവം ചെയ്തതിനു ശേഷം ആ ഒരു സർക്കിൾ തീർന്നു. പാവം ചെയ്ത രണ്ടാമത്തെ സർക്കിൾ അത് വരുന്നു. ഇവർക്ക് കർത്താവ് 2 കാര്യം വരച്ചു ചെയ്തു അല്ലെ? എന്താ ഇവർക്ക് കൊടുത്ത 2 കാര്യം? ഒന്ന്, വസ്ത്രം കൊടുത്തോ ഇല്ലയോ? 2 ആഹാരം കൊടുത്തോ ഇല്ലയോ? കൊടുത്തുവല്ലോ. വേറെ കൊടുത്തോ? ഒന്ന് കൊടുത്തിട്ട് ഉറപ്പാണല്ലോ.